സോ നമ്മുടെ ജിൻഡോ ബ്രോയുടെ ഇംഗ്ലീഷ് കഫേയുടെ ഒരു ആഡ് വന്നിട്ട് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ആളുടെ അഭിനയൊക്കെ എങ്ങനെയുണ്ട് നോക്കണല്ലോ. ബാ. ഇങ്ങനെ ഇരുന്ന പോരാടാ, നെക്സ്റ്റ് ലെവലിൽ പോകണം. നെക്സ്റ്റ് ലെവലാ? അതെന്തുട്ടാ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാലേ ഇനിയും ലോകം നമ്മൾ അറിയണം. നീ ഉദ്ദേശിക്കുന്ന എന്താ? മറ്റേ അൾട്ടിമേറ്റ് ആണോ? അല്ലടാ, അതുക്കും മേലെ. ഓഹോ, മനസ്സിലായി മനസ്സിലായി. നമ്മുടെ തമിഴ് ബിഗ് ബോസ്. അച്ചമില്ലേ അച്ചമില്ലേ, അതുക്കും മേലെ. ഈ സാധനം ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ, സലാം റോക്കി ബായ്. അതിന്റെ ഇടയ്ക്ക് റോക്കിക്ക് ഇട്ട് രൂക്കം കൊടുത്തു അല്ലെ, കൊള്ളാം. മനസ്സിലായി. ഹിന്ദി ബിഗ് ബോസ് നമ്മുടെ സൽമാൻ ഖാനൊക്കെ ഉള്ള ഉണ്ടാ അതുക്കും മേലെ. എടാ അതുക്കും മേലെ എന്ന് പറയാതെ കാര്യം പറയടാ. ഇംഗ്ലീഷ് അമേരിക്കൻ ബോസ്. ഓ, അത് പൊളിക്കും. എടാ നീ കെട്ടമാട പിന്നെ അമേരിക്കക്കാരല്ലേ? അവിടെ നമുക്കൊരു വിലയും കിട്ടും. നമുക്ക് ആ കപ്പങ്ങ് തൂക്കാടാ. തൂക്കും, തൂക്കിയിരിക്കും. അല്ല, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നമുക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഓഹോ, അതാണോ കാര്യം? സോ സിമ്പിൾ. എളുപ്പത്തിൽ 2 മാസം കൊണ്ട് വാട്സപ്പ് വഴി നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഒന്ന് പോടപ്പ അവിടെ. ഇവിടെ 10 വർഷം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചല്ല. പിന്നെയാണ് എടാ നീ ഞാനൊന്ന് പറഞ്ഞു കേക്ക്. എന്ത്? ഈ ഇംഗ്ലീഷ് കഫേ വഴി വാട്സപ്പിൽ നമുക്ക് ഇംഗ്ലീഷ് പച്ച മലയാളം പോലെ പഠിക്കാം. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ? എനിക്കാണെങ്കിൽ ഫുൾ ഡൗട്ടാ. പിന്നെ ഉറക്കം വരും. എടാ നിനക്കിനി തോന്നുന്ന സമയത്ത് എല്ലാം ഇംഗ്ലീഷ് പഠിക്കാം. ഇനിയിപ്പോ നിനക്ക് പാതിരാത്രി നേരത്തെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ അവരൊരു പേഴ്സണൽ ട്രെയിനർ അറേഞ്ച് ചെയ്ത് തരും. ആ ട്രെയിനർ എല്ലാ സംശയം തീർത്തു തരും. മാത്രമല്ല നല്ല സുരേഷ് ഗോപി സ്റ്റൈലില് ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ്. സോ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആഡ് തന്നെ പറയാം. സാധാരണ ആഡൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ്, വെറുപ്പിക്കലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളിരിക്കുക. സോ ഇത് ഡയറക്ടർക്ക് എന്തെങ്കിലും അത്യാവശ്യം വിവരമുണ്ട്. കറക്റ്റ് കോമ്പോനെയാണ് ആള് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ അല്ലാതെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് രണ്ടുപേരും സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നുക. സോ ഇങ്ങനെ കൊണ്ട് വല്ല ക്രേസ് ബിസ്ക്കറ്റിന്റെ അതേപോലെ കിവി ഐസ്ക്രീമിന്റെ ആഡൊക്കെ ചീപ്പിച്ചെന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടന് എന്തായാലും ബഹിരാകാശത്ത് നിന്ന് നിലത്തേക്ക് വരായിരുന്നു.